ഹലോ ഗായ്സ്, എന്താണ് ഞങ്ങൾ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ബ്രെഡ് വാങ്ങിച്ചായിരുന്നേ. എന്നിട്ട് അത് വെച്ചിട്ട് എന്തോ ഉണ്ടാക്കാണെങ്കിൽ നോക്കിയപ്പോഴത്തേക്കിനാ ഒരു ഐഡിയ തോന്നി. ഇത് കണ്ടോ, ഇതിന്റെ പേരെന്തോന്ന് പറയാ? കഴിച്ചു നോക്കാതെ ഞാൻ തന്നെ ഉണ്ടോ? നീ കഴിച്ചില്ലല്ലോ. സൂപ്പറാട്ടോ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി നോക്കണേ. അതിന്റെ റെസിപ്പി ഞങ്ങൾ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ ഇങ്ങനെ എങ്ങനെയും കണ്ടുപിടിച്ചിട്ട് അന്ന് വെച്ച് നോക്കണേ. തട്ടിക്കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കിയതാ, നല്ല ടേസ്റ്റ് ഉണ്ട്. വെച്ച് നോക്കണം. അമ്മയും കൂടെ ഉണ്ട്. അമ്മയും കൂടെ പിന്നെ ഞങ്ങള് പോപ്കോൺ വറുത്തായിരുന്നു. പോപ്കോണൊക്കെ വറുത്ത കേട്ടോ, പക്ഷെ പോപ്കോൺ വറുത്തിട്ട് അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിന് മുന്നേ കഴിച്ച് പെട്ടെന്ന് തന്നെ വെയിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ സെറ്റ് ആയപ്പോ മൊത്തം തന്നെ കഴിച്ചു തീർത്ത്. അപ്പൊ ഞങ്ങളുടെ ഞായറാഴ്ച ദിവസം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തൊരു ഞായറാഴ്ച വീണ്ടും ഇതുപോലത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഞായറാഴ്ച ദിവസം കാണാം എന്ന് പറഞ്ഞ് ഇന്ന് പോകത്തൊന്നുമില്ല. ഇനി അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഇങ്ങനെ വന്നോണ്ടിരിക്കും, ശല്യപ്പെടുത്തും. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സാ കേട്ടോ, നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാൻസാ. ഇതമ്മ ഫാൻസിനെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊരു ഹായ് കൊടുക്കണം കേട്ടോ എല്ലാവരും. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാ കേട്ടോ, നമ്മുടെ ഫാൻസാ. അഞ്ചേച്ചി പറഞ്ഞു, അഞ്ചേച്ചി പറ്റത് പറ. അപ്പൊ ഞങ്ങളുടെ വില്ലൻ കുറുക്കൻ. ഞായറാഴ്ചയൊക്കെ എത്ര പെട്ടെന്ന് പോകുന്നല്ലേ. ഓരോ ദിവസവും സാധാരണ ഓരോ ദിവസങ്ങളും ഇഴഞ്ഞിഴഞ്ഞായിരിക്കും നിന്നത്, പക്ഷെ ഞായറാഴ്ച മാത്രം പെട്ടെന്ന് പോകും. അതെന്നാന്ന് അറിയത്തില്ല. രാവിലെ എഴുന്നേൽക്കുന്ന സമയം, കാരണം ഞായറാഴ്ചയല്ലേ. കുറച്ച് നേരം കിടന്നിട്ടൊക്കെ പയ്യെ എഴുന്നേക്കാന്നൊക്കെ ഉണ്ടായിരിക്കും കിടക്കുന്നത്. കിടന്നു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു സമയം, പിന്നെ അത് എഴുന്നേറ്റ് കഴിഞ്ഞ് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്കിനുള്ള പരിപാടി, പിന്നെ ഉച്ച ഉറക്കം, അതൊക്കെ കഴിയുമ്പോഴത്തേക്കിനെ പിന്നെ 4 മണി. പെട്ടെന്ന് സമയം പോകുന്നത്. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വെച്ചാൽ ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഇന്ന് തിരുവല്ല വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാം പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കിനന്നാ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാം. അങ്ങനെയാണ് പിന്നെ ബ്രെഡൊക്കെ മേടിച്ചിട്ട് വന്ന്. പെട്ടെന്നായിരുന്നു. വീഡിയോ എടുക്കണമെന്ന് ഓർത്തതല്ല, ഉണ്ടാക്കുന്നതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അന്നേരം വന്നതിന്റെ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ചെയ്തതാണ്. പറയാൻ വേണ്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 1.5 മാസമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 1.5 മാസം ഇപ്പം എല്ലാവരും വീഡിയോയിലൂടെ ആയിരിക്കും അറിഞ്ഞത് ഞങ്ങൾ പറഞ്ഞപ്പോൾ. അപ്പം ചേട്ടായിക്കാണെങ്കിൽ കാലിന് ചെറിയൊരു അലർജി പോലെ വന്ന്. അത് ഞങ്ങൾ സത്യമായി ഞാൻ വിചാരിച്ച് ഒരിക്കലും ശരിയാവത്തില്ലെന്നുള്ള ഒരു ഇതിൽ ഇരിക്കുമായിരുന്നു. ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് മരുന്നും കുറേ ഇതൊക്കെ ഞങ്ങൾ നോക്കിയിട്ടൊന്നും കുറവില്ലായിരുന്നു. അവസാനം ഞങ്ങൾ ഹോമിയോയിൽ പോയപ്പോഴത്തേക്ക് ആ കാല് ഞങ്ങൾക്ക് ഭേദമാക്കി കിട്ടിയത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാല് അങ്ങനെ കാണാൻ പറ്റിയതില്ല. പിന്നെയെന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ നോക്കിയ ഡോക്ടറാണെങ്കിലും നല്ല അടിപൊളി സീറ്റാമേഡമാണ് ഹോമിയോ ആശുപത്രിയിലെ സീറ്റാമേഡമാണ് നമ്മുടെ കാലിങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കിയത്. പുള്ളിക്കാരത്തിയാണ് നമുക്ക് നന്ദി പറയാനുള്ളത്. പുള്ളിക്കാരത്തി നോക്കി അതുപോലെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ടാണ് കാല് ഇത്രയും അത്യാവശ്യം ഭേദമായത്. കാരണം ഈ കാല് കുത്തി നിലത്ത് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ ഇതിന് കാല് ഇങ്ങനെ നീര് വെക്കുക, കാല് പൊട്ടുക, കുരുക്കൾ പിന്നെയും വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. ഹോസ്പിറ്റലിൽ എല്ലാവരും നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. നേഴ്സുമാരാണെങ്കിലും കറക്റ്റ് ടൈമിങ്ങിനൊക്കെ നമുക്ക് മരുന്ന് തരേണ്ട ടൈമൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് വന്നു. അവരുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാണ് നമ്മളെ നോക്കി. പിന്നെ ഹോസ്പിറ്റലിൽ കുറച്ച് നമുക്ക് സൗഹൃദങ്ങൾ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ 2-3 ചേട്ടന്മാരെ
ഒരു അച്ചായൻ, അത് തന്നെ ഞങ്ങളുടെ അജയ് ചേട്ടനെ, അജയ് ഗോപാലകൃഷ്ണൻ അച്ഛനെ, ഗോപാലകൃഷ്ണൻ അച്ഛൻ, പിന്നെ പിന്നെ ഗീതമ്മ, ശശിച്ചായമാർ 2-3 ശശിമാരുണ്ട്. കൊറേ ശശികളുണ്ട്. അവിടെ ആശുപത്രി ചെന്നപ്പോൾ മൊത്തം പരിചയപ്പെട്ട മൊത്തം ശശിമാരെ, കുറെ 2-3 ശശിമാരുണ്ട്. ഒരു വീട് പോലായിരുന്നു പെട്ടെന്ന്. അത് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോ 1 മാസം ആയോണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തുവാ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലായിരുന്നു. ഒരു നല്ലൊരു വൈബായിരുന്നു. ആശുപത്രിയിൽ അങ്ങനെ എന്നിട്ട് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി പോയതല്ല, ആ ഒരു വിഷമത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്തൊക്കെ ഇവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ വന്നിരിക്കുകയും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും ഒരു സന്തോഷമായിരുന്നു ഇരുന്നപ്പോൾ. ടൈം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും തിരിച്ച് ആ രോഗങ്ങളെല്ലാം ഭേദമായിട്ട് എല്ലാവരും തിരിച്ചു പോയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലില് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ബിഗ് ബോസ് പോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പല സ്വഭാവക്കാരായിരിക്കുമല്ലോ അവിടെ വരുന്നത്. എല്ലാവരും ഇപ്പൊ നമ്മളെ പോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അതിനകത്ത് കുറച്ച് പേരുടെ കാര്യമാണ് പറയുന്നത്, ഒരു ബിഗ് ബോസ് എന്ന് പറയാം. പിന്നെ ഞങ്ങൾക്ക് അവിടെ മറക്കാൻ പറ്റാത്ത ഞങ്ങളുടെ തുമ്പിടും. ഞങ്ങൾക്ക് അവിടെ ഒരു പട്ടിക്കുഞ്ഞല്ല 3 പേരുണ്ടായിരുന്നു. അമ്മമാരെ ഒത്തിരി മിസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്കും ഒന്ന് കാണണം. ഇനിയിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി 2 ആഴ്ചക്കകം ചെല്ലണം. അപ്പോഴത്തേക്ക് എല്ലാവരെയും ഒന്ന് കാണണമെന്നുണ്ട്. പഴയ അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങനൊരു അവസ്ഥയിൽ എല്ലാവരും മുന്നിൽ ഒന്ന് ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അത് ഇപ്പോൾ ചെരുപ്പിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ കുറച്ച് നേരം നിൽക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ചെറിയ രീതിയിൽ നീരുകൾ വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, സമാധാനത്തോടെ ഇപ്പോൾ ഇരിക്കാനും പറ്റുന്നുണ്ട്. മറ്റേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് കഴിയുമ്പോൾ കാല് വീഴ്ചയിരിക്കുക, പിന്നെ വേറെ ആൾക്കാരൊക്കെ മുന്നിൽ നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ആദ്യം നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ അവൻ്റെ കാലിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവനാണേലും അവളാണേലും ഇപ്പോൾ ആരാണെങ്കിലും മനുഷ്യന്മാരിലെല്ലാവരും പെട്ടെന്ന് നോക്കുന്നത് കാലിൽ നിന്നാണ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാലിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കാലിലോട്ട് പോകാൻ. ഞാൻ കാല് ഒളിപ്പിച്ച് വെച്ച് കാത്ത് വെച്ച് ഇരിക്കേണ്ട ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് എന്താ പറയണ്ട മാറ്റങ്ങൾ ഉണ്ടായത് ആശുപത്രിയിലൊക്കെ ഹോമിയോ ആശുപത്രിയിൽ പോയി കഴിഞ്ഞിട്ടാണ്. ഇതിനു മുന്നേ ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. മാറിക്കഴിഞ്ഞിട്ടൊരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പിന്നെ ഇതുപോലെ പൊട്ടി വലിച്ച് പിന്നെയും വരും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പം ഇച്ചിരി ചെറിയ മാറ്റമുണ്ട്. പിന്നെ 2-3 നേഴ്സുമാരുണ്ടായിരുന്നു. എടുത്ത് പറയാൻ പറ്റുന്ന ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ രാജശ്രീ. അത് തന്നെ സിസ്റ്ററിന്റെ വീട് കായംകുളത്താണ്. സിസ്റ്ററെ ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നു. കാരണം അവിടെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചൊന്നും പറയാനൊന്നും പറ്റിയില്ല. ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശേഷം തിരക്കുകയും സംസാരിക്കുകയും ഭയങ്കര അടുപ്പമൊക്കെ. നമുക്ക് വയ്യായികയിൽ നമ്മളെ ഒന്ന് കൂടെ നിന്ന സിസ്റ്ററും എല്ലാവരും ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നു. ഒത്തിരി താങ്ക്സ് ഉണ്ട് അവരോടൊക്കെ ഞങ്ങൾക്ക്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ വീട്ടിൽ വന്നാണ്ട് ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞ് ഞങ്ങള് കുക്കനെ കാണാതെ ഒത്തിരി നാള് ഞങ്ങളുടെ കുഞ്ഞാണ്. ഞങ്ങള് കുഞ്ഞിനെ പോലാണ് ഇവനെ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് പറഞ്ഞില്ലേ, മനുഷ്യന്മാരെക്കാട്ടും ഏറ്റവും നല്ലത് മൃഗങ്ങളാണ് എന്ന് പറയുന്ന പോലെ. ഇത് കണ്ടോ, വീഡിയോ നോക്കി ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ്. പിന്നെ പുറത്ത് കിടന്ന് കുരയ്ക്കുന്നതാണ് ഞങ്ങളുടെ മോഹനവല്ലി. പിന്നെ ഞങ്ങൾ യൂട്യൂബ് വീഡിയോ ഒക്കെ എന്തുവാ കൂടുതൽ ഞങ്ങൾ ഷോർട്ടായിട്ടൊക്കെ ഇടാറ്. അതായത് ഷോർട്ട് വീഡിയോ അല്ല, കുറച്ചൊക്കെ വീഡിയോ ഇടുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി ലെങ്ത് ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടിരുന്നൊരു വീഡിയോ അല്ലേ, അതുകൊണ്ട് അയച്ച് ലെങ്ത് കൂട്ടി ഇടാന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഞായറാഴ്ച ദിവസം ഇങ്ങനെയൊക്കെ അവസാനിച്ചു. അപ്പം അടുത്തൊരു ദിവസം ഇതിലും അടിപൊളിയായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ, എല്ലാരും വീഡിയോ കണ്ടിട്ട് പോകും പക്ഷെ ലൈക്ക് ചെയ്യത്തില്ല. അതെ നമ്മുടെ വീഡിയോ കാണുന്നവര് പലരും വീഡിയോ കണ്ടിട്ട് പോകുന്ന അല്ലാതെ ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ലൈക്ക് മാത്രമല്ല കമന്റും ഇടണം,
കൊള്ളാമെന്ന് പറയാം, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയാം. പിന്നെ പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും വീഡിയോ സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പറയാം. പിന്നൊന്നുമില്ല. അപ്പൊ ശരി, ഓക്കെ. അപ്പോ ബൈ.